അമേരിക്കയിൽ അവിടെ വലിയൊരു പ്രക്ഷോഭം നടക്കുന്നുണ്ട്. അമേരിക്കയിൽ വിദ്യാർത്ഥികളാണ് വിവിധ സർവകലാശാലകളിലെ ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭമാണ് അവിടെ നടക്കുന്നത്. പലസ്തീൻ അനുകൂല സമരത്തെ തുടർന്ന് പല ക്യാമ്പസുകളിലും സംഘർഷാവസ്ഥയുമുണ്ട്. ലോസ് ആഞ്ചലസിൽ മുഖംമൂടി ധരിച്ച ഇസ്രായേൽ അനുകൂല സംഘം പലസ്തീൻ അനുകൂല വിദ്യാർത്ഥി ക്യാമ്പിനെ ആക്രമിച്ചു. പുറത്തു നിന്നുള്ളവർ കൊളംബിയ സമരത്തിൽ നുഴഞ്ഞു കയറിയെന്ന് ന്യൂയോർക്ക് മേയർ അറിയിക്കുന്നു. സംഭവത്തിൽ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 300 വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു മാറ്റി. കാലിഫോർണിയ, വിസ്കോൺസിൻ സർവകലാശാലകളിൽ വിദ്യാർത്ഥികളും പോലീസും ഏറ്റുമുട്ടുകയും ചെയ്തു. 1968 പൗരാവകാശ പ്രക്ഷോഭത്തിന്റെയും വിയറ്റ്നാം യുദ്ധവിരുദ്ധ പ്രക്ഷോഭത്തിന്റെയും പ്രധാന സമര കേന്ദ്രമായിരുന്ന സർവകലാശാലയിലെ ഹാമിൽട്ടൺ ഹാളിൽ നിലയുറപ്പിച്ച പ്രതിഷേധക്കാരെ 2ാം നിലയിലെ ജനാലയിൽ കൂടി അകത്ത് കയറിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. Following the attacks on protesters at Hins Hall, the NYPD then removed our peaceful encampment on the lawn, destroying our belongings, tents, artwork, and the community where we have spent the last 13 days sharing meals, praying, and protesting for liberation. Many of us were left out in the cold for hours. In the rain, we had our hands tied with zip ties behind our backs, very tightly done. And I think that was intentional. It was many people asked to have them loosened. The police refused. Most of them refused. I saw incidents of people crying, breaking down because they couldn't stand the pain from the zip ties on their wrists. For over 7 hours, Zionist aggressors hurled gas canisters, sprayed pepper spray, and threw fireworks and bricks into our encampment. They broke our barriers repeatedly, clearly in an attempt to kill our community. Campus safety left within minutes. External security the university hired for backup watched, filmed, and laughed on the side as the immediate danger inflicted upon us escalated. Law enforcement simply stood at the edge of the lawn and refused to budge as we screamed for their help. സജിമോൻ ആന്റണി ഉണ്ട് അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ നമ്മോടൊപ്പം തത്സമയം. സജിമോൻ, നമസ്കാരം. മോർണിംഗ് വെബ്സിലേക്ക് സ്വാഗതം. എന്നാലും ഈ അമേരിക്കയിലെ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ അത് പതിറ്റാണ്ടുകൾ ഇത്തരത്തിൽ ഭരണകൂടങ്ങളെ സ്തംഭിപ്പിച്ചിട്ടുണ്ട്, പലപ്പോഴും പല സംഭവങ്ങളിലായിട്ട്. വീണ്ടും ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം അത്തരത്തിൽ രൂപപ്പെട്ടു വരുന്നു. ഇപ്പോൾ അവിടുത്തെ സാഹചര്യം എന്താണ്? തീർച്ചയായും എല്ലാവർക്കും ആദ്യം തന്നെ ഒരു വാം ഗുഡ് മോർണിംഗ്. ഇവിടെ നിന്ന് അമേരിക്കയിൽ നിന്ന് ഒക്ടോബർ 7, 2023 ഹമാസും ഇസ്രായേലുമായിട്ടുള്ള ഒരു യുദ്ധം തുടങ്ങി ഇന്ന് ഏകദേശം 6 മാസത്തോളം ആകുമ്പോൾ ഏകദേശം 34,500 ആൾക്കാർ പാലസ്തീനിൽ മരിക്കുകയും 1,410 ആൾക്കാർ ഇസ്രായേൽ മരിക്കുകയും ചെയ്തു. ആദ്യം ലോകമാകമാനമുള്ള രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയും എല്ലാവരും ഉൾപ്പെടെ ഇസ്രായേലിന്റെ പുറകെ ഒറ്റക്കെട്ടായി നിന്നു. എന്നാൽ കുറെ മാസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും മരണസംഖ്യ കുത്തനെ ഉയർന്നതോടുകൂടി, പ്രത്യേകിച്ചും പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരി മരിച്ചതോടുകൂടി ആ ഒരു അഭിപ്രായത്തിന് മാറ്റം ഉണ്ടാവുകയും ചെയ്തു. എന്നാലും അമേരിക്ക ഈ ഒരു കാര്യത്തിൽ ശക്തമായി ഇസ്രായേലിന്റെ പുറകിലായിരുന്നു. കാരണം അമേരിക്കയുടെ ഒരു വലിയ പാർട്ട്ണറാണ്. ഏത് രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാലും വാണിജ്യ മേഖലയിലാണെങ്കിലും പ്രതിരോധ മേഖലകളാണെങ്കിലും ഇസ്രായേലിനെ ഒഴിവാക്കാൻ മേലാത്തൊരു പാർട്ട്ണർ ആയിരുന്നു എന്നതിൽ ഒരു സംശയവുമില്ല. എന്നാൽ അത് സ്ലോലി ഇന്നിപ്പം അമേരിക്കയുടെ ഒരു തലവേദനയായിട്ട് അമേരിക്കയുടെ ലാൻഡിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. താങ്കൾ പറഞ്ഞു കൊടുക്കുക തന്നെ അമേരിക്കയിൽ ഇതിനു മുമ്പ് ഏകദേശം 4 വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളാണ് നടന്നത്. ഏറ്റവും മേജറായിട്ട് പറയുകയാണെങ്കിൽ 1964 അത് വിയറ്റ്നാം വാറിന് എതിരായിട്ടായിരുന്നു. പിന്നെ 1970 വിയറ്റ്നാം വാറിനോട് കൂടി ഫ്രീ സ്പീച്ചും കൂടി ആഡ് ചെയ്തു. അതൊരു വലിയൊരു പ്രക്ഷോഭമായിരുന്നു. പിന്നെ 1985 സൗത്ത് ആഫ്രിക്കയുടെ അപ്പാർത്തൈഡിന് എതിരെയുള്ള ഒരു സമരമായിരുന്നു. ഈ സമരങ്ങളൊക്കെ പൊട്ടിമുളച്ചതും അത് അവിടെ വ്യാപിച്ച
ചില പ്രത്യേക ലോകത്തെ തന്നെ എണ്ണി പറയാവുന്ന നമ്പർ ആദ്യത്തെ 2-3 യൂണിവേഴ്സിറ്റികളുടെ റാങ്കിൽ വരുന്ന ആ യൂണിവേഴ്സിറ്റികളായിരുന്നു കൊളംബിയ യൂണിവേഴ്സിറ്റിയും UCLA യൂണിവേഴ്സിറ്റിയും ടെക്സസ് യൂണിവേഴ്സിറ്റിയും ഒക്കെ. അപ്പൊ നമുക്ക് നോക്കിക്കാണേണ്ട ഒരു കാര്യമുണ്ട്. ഈ യൂണിവേഴ്സിറ്റികളൊക്കെ ഏകദേശം 35,000 തൊട്ട് 50,000 സ്റ്റുഡൻസ് ആണ് പഠിക്കുന്നത്. അത് നമ്മുടെ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. കേരളത്തിലൊക്കെ ഒരു കോളേജ് അല്ലെ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഇത്രയും ക്രൗഡ് കാണത്തില്ല. എന്നാൽ ഇവിടുത്തെ ഈ യൂണിവേഴ്സിറ്റികളിൽ അല്ലെ കോളേജുകളിൽ 35,000 മുതൽ, അതായത് ഇപ്പോൾ കൊളംബിയ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഏകദേശം 36,600 സ്റ്റുഡൻസ് ഉണ്ട്. UCLA 32,500 ഉണ്ട്. അതുപോലെ ടെക്സസ് യൂണിവേഴ്സിറ്റി 51,000 ഉണ്ട്. അപ്പൊ ഇത്രയും വലിയൊരു ഒരു സ്റ്റുഡൻസിന്റെ സംഖ്യയുള്ള ആനുപാതികമുള്ള യൂണിവേഴ്സിറ്റികളിലാണ് ആ ഒരു സമരം തുടങ്ങിയത്. എന്നാൽ ഇന്ന് 21 സ്റ്റേറ്റിലേക്ക് അത് പടർന്നിരിക്കുകയാണ് എന്ന് പറയുമ്പം അത് ക്രമാതീതമായ നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ നാട്ടിലൊക്കെ സമരം നടക്കുന്നവർക്ക് കംപ്ലീറ്റ് അടിച്ചു നിരത്തുകയാണ് എന്ന് വിചാരിക്കരുത്. ഇവിടെ അവരുടെ ഫ്രീഡം ഉപയോഗിച്ചുകൊണ്ടിട്ട് ക്യാമ്പസുകളിൽ ടെന്റ് കെട്ടി ആ ടെന്റിൽ പാർക്കുകയും അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും പാലസ്തീനെ അനുകൂലിക്കുന്ന ആൾക്കാർ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയും ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ആൾക്കാർ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയുമായിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ഇതൊരു കുറ്റകൃത്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സമരം കുഴപ്പമില്ല, എന്നാൽ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടി ഒക്യുപ്പൈ ചെയ്തിട്ട് അവിടെ ടെന്റ് കെട്ടിക്കുന്നത്, അതുപോലെ തന്നെ താങ്കൾ പറഞ്ഞ പോലെ ഹാമിൽട്ടൺ ഇന്നലത്തെ കൊളംബിയ യൂണിവേഴ്സിറ്റിയുടെ ഹാമിൽട്ടൺ ഹാള് വളരെ വിശ്വപ്രഖ്യാപിതമായ ഒരു ഹാളാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹാളാണ്, വളരെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഹാളാണ്. അപ്പൊ അവിടെയൊക്കെ സ്റ്റുഡൻസ് ഓക്യുപ്പൈ ചെയ്യുക എന്നുള്ളത് അത് ലോയ്ക്ക് നിരന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഏകദേശം 100 കണക്കിന് പോലീസ് ഇന്നലെ 2ാം നിലയിലേക്ക് കയറി ഇവരെ എല്ലാം മാറ്റുകയാണ് ചെയ്തത്. ഇന്നലെ രാത്രി ഈ കൊളംബിയ യൂണിവേഴ്സിറ്റി എഡ്ജിലായിരുന്നെങ്കിൽ അതിനുശേഷം അത് UCLA കാലിഫോർണിയയിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയിലായിരുന്നു അത് ഏറ്റവും തീഷ്ണമായിട്ട് മാറിയത്. ഏകദേശം 300-ലധികം സ്റ്റുഡൻസിനെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ഒരു മജോറിറ്റി ഓഫ് സ്റ്റുഡൻസിനെ അവർ അറസ്റ്റ് ചെയ്യാതെ തന്നെ മറ്റു ഏരിയയിലേക്ക് മാറ്റിവിട്ടുകയായിരുന്നു, അല്ലെങ്കിൽ തള്ളി മാറ്റുകയായിരുന്നു. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഈ 2 പക്ഷവും, അതായത് ഇസ്രായേലിനെ അനുകൂലിക്കുന്ന പക്ഷങ്ങളും പലസ്തീനെ അനുകൂലിക്കുന്ന പക്ഷവും തമ്മിൽ ഇച്ചിരി ഉന്തുന്നള്ളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ ആളപായമില്ല. എന്നാൽ ഇത് തരുന്ന ഒരു മെസ്സേജ് ലോക ജനതയ്ക്ക് അല്ലെങ്കിൽ യുവ ജനതയ്ക്ക് തരുന്ന ഒരു മെസ്സേജ് വളരെയധികം സ്ട്രോങ് ആണ്. പാലസ്തീന്റെ റിയാക്ഷനും ഇസ്രായേലിന്റെ റിയാക്ഷനും ഇതോടൊപ്പം അമേരിക്കൻ ഗവൺമെന്റ് വന്നിട്ടുണ്ട്. ഇസ്രായേൽ പറയുന്ന സമരത്തിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാ സ്റ്റുഡന്റിനെയും ടെർമിനേറ്റ് ചെയ്യണമെന്നുള്ള ഒരു ആവശ്യമാണ് അമേരിക്കൻ ഗവൺമെന്റിന്റെ മുന്നിൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ പാലസ്തീൻ ഗവൺമെന്റ് ഈ വിദ്യാർത്ഥികളെ വളരെയധികം ഹർഷാരവത്തോടുകൂടി അവരുടെ ഈ മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സജിമോൻ, ഈ കഫ്യ സ്കാർഫ് ഒക്കെ ധരിച്ച് അവിടെ വിദ്യാർത്ഥികൾ ഇങ്ങനെ വലിയൊരു പ്രക്ഷോഭം നടത്തുന്നു. വൈറ്റ് ഹൗസിന്റെ എന്തെങ്കിലും ഒരു പ്രതികരണമോ നിലപാടോ ഉണ്ടായിട്ടുണ്ടോ ഇക്കാര്യത്തിൽ? കഴിഞ്ഞ ദിവസം ഈ പ്രസിഡൻഷ്യൽ ക്യാമ്പയിനിടയിൽ വളരെ രസകരമായിട്ടുള്ള കാഴ്ച എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇതിനെ വിശേഷിപ്പിച്ചത്, ഈ പ്രക്ഷോഭങ്ങളെയും ഈ തുടർന്നുണ്ടായ അറസ്റ്റിനെയും ഒക്കെ. വൈറ്റ് ഹൗസ് എങ്ങനെയാണ് ഇതിലൊരു നിലപാടെടുക്കുന്നത്? ഇവിടുത്തെ സ്പീക്കർ ജോൺസൺ കൊളംബിയ യൂണിവേഴ്സിറ്റി സന്ദർശിക്കാൻ ഇടയായി മിനിങ്ങാന്ന് 2 ദിവസം മുമ്പ്. എന്നാൽ അദ്ദേഹത്തിന് അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല. മീൻസ് അദ്ദേഹത്തെ കോമ്പൗണ്ടിനകത്ത് കയറാൻ പിള്ളേർ സമ്മതിച്ചില്ല. അപ്പൊ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹം വളരെ സ്ട്രോങ് മെസ്സേജ് ആണ് സ്റ്റുഡൻസിന് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ യൂണിവേഴ്സിറ്റി സ്വീകരിക്കണം എന്നുള്ളതാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. വൈറ്റ് ഹൗസ് സോഫാർ ഇതൊരു വലിയ തലവേദനയായിട്ട് എടുത്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്നാൽ ഈ വരും ദിവസങ്ങളിൽ ബൈഡൻ ഗവൺമെന്റിന് ഇതിനെ പ്രത്യക്ഷമായിട്ട് ഇതിനകത്ത് ഇടപെടാതിരിക്കാൻ വേറൊരു നിർവാഹവുമില്ല. കാരണം ഈ ഒരു പ്രക്ഷോഭം കൈവിട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയൊരു മാറ്റത്തിനായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. ഇവിടെയും ഇലക്ഷൻ ഇയർ ആണ്, ഇന്ത്യയിലെ ഇലക്ഷൻ ഇയർ ആണ്, ഇപ്പൊ ഇലക്ഷന്റെ സമയമാണ് ഇപ്പം. അതുകൊണ്ട് തന്നെ വളരെയധികം പ്രത്യേകതയുണ്ട്. ഇവിടെ നവംബറിൽ ഇലക്ഷനാണ്, അതിന്റെ പ്രൈമറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഡൊണാൾഡ് ട്രംപും ബൈഡനും ഇപ്പം ഏറ്റുമുട്ടുന്ന ഒരു സമയമാണ് ഇപ്പം. അപ്പൊ ഈ സമയങ്ങളിൽ സ്റ്റുഡൻസിനെ എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്ത് ഇതിനെ ഒരു കൺട്രോൾ ആക്കിയില്ല എങ്കിൽ അതിന്റെ ഡയറക്റ്റ് ബ്ലെയിം ബൈഡൻ ഗവൺമെന്റ് വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ പരോക്ഷമായിട്ട് ഇസ്രായേലിനെ വിമർശിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാനായിട്ട് ബൈഡന് പറ്റത്തുമില്ല. കാരണം ഏത് ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാലും അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ കൈവിടാൻ പറ്റത്തില്ല. അതേ സമയം തന്നെ ഇത് ബൈഡൻ ഗവൺമെന്റ് ഇസ്രായേലിന്റെ നേതാക്കളുമായിട്ട് പ്രൈം മിനിസ്റ്ററൊക്കെ ആയിട്ട് പല സംസ്ഥാനങ്ങളിൽ വളരെയധികം സ്ട്രോങ് ആയിട്ട് മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. യുദ്ധം ഈ പറഞ്ഞ വിരാമം അല്ലെങ്കിൽ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കണം, അല്ലെങ്കിൽ രണ്ടാമത്തേത് ഇസ്രായേൽ ഒന്നുകൂടെ കെയർഫുൾ ആകണം, മറ്റു കാര്യങ്ങൾ ബോംബുകളും മറ്റു കാര്യങ്ങളൊക്കെ ആക്രമിക്കും വന്നു കഴിയുമ്പോഴത്തേക്കും
നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ ജീവഹാനികൾ കുറയ്ക്കുന്ന രീതിയിൽ വേണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം പിഞ്ചു കുഞ്ഞുങ്ങൾ മരിക്കുന്നത്, സ്ത്രീകൾ മരിക്കുന്നത് ആരും ഒരിക്കലും അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഇപ്പം ആരാണ് തുടങ്ങിയത്? ഇത് നമ്മൾ മലയാള ഭാഷയിൽ പറയുകയാണെങ്കിൽ ഹമാസ് പോയി ചൊറിഞ്ഞു, മാന്തി, ഇസ്രായേൽ കരണത്തിലടിച്ചു, ഓടി നടന്നടിച്ചു. അപ്പൊ അതിന്റെ ഒരു പ്രതിഫലനമാണ് ഇത്രയും മരണം നടന്നത്. അപ്പൊ ഇനി എവിടെയാണ് നിർത്തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഓർക്കുന്നുണ്ട് 5 മാസം മുമ്പ് ഇതുപോലെ ഒരു ന്യൂസ് എയ്റ്റീനോട് സംസാരിച്ച സമയത്ത് സാധാരണ ഒരു ഇസ്രായേലിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒരാളെ ഇസ്രായേലിൽ കൊന്നിട്ടുണ്ടെങ്കിൽ അവർ പോയി തിരിച്ച് 28 പേരെ കൊല്ലും. ആ റേഷ്യോ ആണ് അവർ സാധാരണ കീപ്പ് ചെയ്യാറുള്ളത്, നമ്മൾ ഇതിനെ മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. അപ്പൊ അത് പറയുമ്പോൾ ഇപ്പം 34,500 പേര് ആ സൈഡിൽ മരിച്ചു, അങ്ങേ സൈഡിൽ മരിച്ചു. അപ്പൊ ഇസ്രായേലിന്റെ 1420 പേരും മരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നിർത്തേണ്ട സമയം ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയി. മേ ബി ഈ സ്റ്റുഡൻസിന്റെ ഈ പ്രക്ഷോഭം വേറൊരു നല്ല ദിശയിലായിരിക്കും പോകുന്നത്. മേ ബി ഒരു ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ വൈറ്റ് ഹൗസ് ഇന്റൻസ് പ്രഷറിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് ഇവിടെ എനിക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. പിന്നെ വേറൊരു കാര്യം കൂടി പ്രത്യേകിച്ച് നോട്ട് ചെയ്യാനുള്ളത്, ഈ 30,000, 50,000 അല്ലെ 40,000 ഒക്കെ സ്റ്റുഡന്റ് സ്ട്രെങ്ത് ഉള്ള യൂണിവേഴ്സിറ്റികളാണെങ്കിൽ പോലും ആയിരക്കണക്കിന് ആൾക്കാർ സ്റ്റുഡൻസ് ഇതിനകത്ത് പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നില്ല. ഏകദേശം 400, 500, 600 അങ്ങനെയുള്ള കണക്കിലുള്ള സ്റ്റുഡൻസ് ആണ് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. മേ ബി ഒരു റീസൺ അക്കാഡമിക് ഇയർ അമേരിക്കയിൽ ഇപ്പം മിക്കവാറുള്ള യൂണിവേഴ്സിറ്റിയിൽ മെയ് 1st വീക്ക് അല്ലെ 2nd വീക്ക് കൊണ്ടുകൂടി തീരുകയാണ്. അപ്പം ഇപ്പം പല അസൈൻമെന്റും കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു സമയമാണ്, അല്ലെങ്കിൽ അവരുടെ എക്സാം നടക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ മജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റിക്കകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. എന്നാൽ പോലും ഈ 200, 300, 500 സംഖ്യയിലുള്ള സ്റ്റുഡൻസ് നല്ലൊരു വേവ് ആണ് അമേരിക്കയിൽ ഉടനീളം ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം അതുകൊണ്ട് മാത്രമാണ് 21 സ്റ്റേറ്റിലേക്ക് ഇത് പടർന്നത്. അതുകൊണ്ട് മാത്രമാണ് കൊളംബിയ യൂണിവേഴ്സിറ്റി അല്ലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി അല്ലെ ടെക്സാസ് യൂണിവേഴ്സിറ്റി അല്ലെ UCLA എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിലെ ഏറ്റവും ടോപ്പ് റാങ്കിലുള്ള യൂണിവേഴ്സിറ്റികളാണ്. അപ്പൊ അവിടെയൊക്കെ ഈ കോളേജ് തല്ലിപ്പടിക്കണം എന്നുള്ള ചിന്താഗതിയിൽ പോകുന്ന സ്റ്റുഡൻസ് പോവാറില്ല, കിട്ടാറുമില്ല. അവർക്ക് ആ കോമ്പൗണ്ടിൽ പോലും കയറാൻ പറ്റത്തില്ല. അതൊക്കെ ഹൈലി ഇന്റലക്ച്വൽ ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് അവിടെ പഠിക്കുന്നത്. അവരാണ് ഈ പ്രക്ഷോഭത്തിന് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളത് ആണ് എടുത്തു പറയേണ്ട വേറൊരു വസ്തുത. ഓക്കെ സജിമോൻ, ഒരു കാര്യം കൂടി. ഇപ്പോൾ ഈ ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ സുരക്ഷ അത് അപകടത്തിലാണ് എന്നാണല്ലോ വ്യക്തമാക്കിയത്. കാരണം അന്ന് $9,500 കോടി സഹായം പ്രഖ്യാപിച്ചു. $1,500 കോടി ആയുധ സഹായം നൽകാനും ആ ബില്ലിൽ വ്യവസ്ഥ. അപ്പോൾ ഒരു തരത്തിലും അമേരിക്ക ഇസ്രായേലിനെ വിട്ടൊരു കളിയില്ല എന്നുള്ള നിലപാട് വ്യക്തമാകുന്നുണ്ട്. പക്ഷെ അപ്പോഴും മറുവശത്ത് അമേരിക്കയിൽ ഇത്തരത്തിലൊരു പ്രക്ഷോഭം നടക്കുന്ന സാഹചര്യം, ഈ വിദ്യാർത്ഥികളെ അനുനയിപ്പിക്കുക അല്ലെങ്കിൽ അതിലൊരു അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുക എന്നുള്ളത് വൈറ്റ് ഹൗസിന് മുന്നിൽ ഒരു കീറാമുട്ടയും മാറില്ലേ? വൈറ്റ് ഹൗസ് അത് കുറച്ചുകൂടി ഗൗരവത്തിലെടുക്കേണ്ട സാഹചര്യത്തിലേക്കല്ലേ കാര്യങ്ങൾ വരുന്നത്? തീർച്ചയായും എനിക്ക് തോന്നുന്നത് വൈറ്റ് ഹൗസ് ഇതൊരു 2 ലെയർ അപ്രോച്ചിലാണ് ഇപ്പം കാര്യങ്ങൾ നടക്കുന്നത്. കഴിഞ്ഞ മാസം തന്നെ ഒരു ഇന്റൻസ് പ്രഷർ ഉണ്ടായിരുന്നു. ഇത്രയധികം മരണങ്ങൾ പാലസ്തീനിൽ ഉണ്ടായപ്പോൾ തന്നെ വലിയൊരു പ്രഷർ ഉണ്ടായിരുന്നു വൈറ്റ് ഹൗസിൽ. ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിൽ അവിടെ ഭക്ഷണവും മറ്റ് മരുന്നും വെള്ളവും മറ്റ് സാമഗ്രികളും അവിടെ എത്തിക്കണം എന്നുള്ള രീതിയിൽ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും ഈജിപ്ഷ്യന്റെ ഭാഗത്തുനിന്നും വളരെയധികം റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അതിനൊരു മറുമരുന്ന് എന്നുള്ള രീതിയിൽ വൈറ്റ് ഹൗസ് ഇവിടെ പെന്റഗണെ ഏൽപ്പിക്കുവാണ് ഒരു ദൗത്യം. ഗാസയിലെ ഒരു പ്രത്യേക പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് 2 മാസത്തിനകം അമേരിക്ക ഡയറക്റ്റ് സാമഗ്രികൾ എത്തിക്കുക എന്നുള്ളൊരു പോളിസിയിലേക്കായിരുന്നു വന്നുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നത് ഏകദേശം ആ പോർട്ടിന്റെ ഒരു ടെമ്പററി പോർട്ടിന്റെ നിർമ്മാണം ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു സമയത്ത്. അപ്പൊ അതിന്റെ അർത്ഥം ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ ജനതകളുടെ മുന്നിൽ അമേരിക്കയ്ക്ക് ഒരു വികാരം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. അവർക്ക് അത്രയും കഷ്ടപ്പെടുത്തരുത്, അവർക്ക് അമേരിക്ക എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ഒരു നല്ല മനസ്സ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ദൃഢമായ ഒരു തീരുമാനം എടുത്ത് വൈറ്റ് ഹൗസ് അതിലേക്ക് മുന്നേക്ക് പോവുകയും 2 മാസം കൊണ്ട് ആ ഒരു ടെമ്പററി പോർട്ട് അവിടെ ഉണ്ടാക്കി ഈ പറഞ്ഞ ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിൽ ഹ്യൂമാനിറ്റേറിയൻ സപ്ലൈസ്, ഫുഡ്, വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ എനർജി സപ്ലൈസ്, മരുന്നുകൾ, അത്യാവശ്യമായ സാമഗ്രികളൊക്കെ എത്തിച്ചു കൊടുക്കുക ഗാസയിൽ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്നുള്ളത് ഒരു സൈഡിൽ. അറ്റ് ദ സെയിം ടൈമിൽ US ഗവൺമെന്റിൽ ഇവിടെ സെനറ്റിലും കോൺഗ്രസിലും വലിയൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു. ഇസ്രായേലിന് സഹായം കൊടുക്കാം എന്നാൽ യുക്രൈന് കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ ഡെമോക്രാറ്റും റിപ്പബ്ലിക്കൻസുമായിട്ടൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു. ആ ഫൈറ്റിനകത്ത് വളരെ സ്മാർട്ട് ആയിട്ട് വൈറ്റ് ഹൗസിന് ഒരു മൂവ്മെന്റ് ചെയ്യാൻ പറ്റി. കഴിഞ്ഞ ആഴ്ചയിൽ ഏകദേശം $90 ബില്യൺ ഹെൽപ്പ് യുക്രൈന് അത് സ്റ്റാൻഡ് സ്റ്റിൽ ആയിട്ട് 2-3 മാസമായിട്ട് കിടക്കുകയായിരുന്നു. യുക്രൈന്റെ മേലിൽ വലിയൊരു ചോദ്യചിഹ്നം ഉണ്ടായിരുന്നു. അമേരിക്കയുടെ റിസോഴ്സ് വന്നില്ലെങ്കിൽ റഷ്യയുടെ മുന്നിൽ എങ്ങനെ പിടിച്ചു നിൽക്കും എന്നുള്ളത്. അപ്പൊ റിപ്പബ്ലിക്കന്റെ ചില വളരെ കട്ടറായിട്ടുള്ള അല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള ചില ആൾക്കാർ, റൈറ്റ് വിങ്ങിലുള്ള ആൾക്കാർ അതിനെ എതിർക്കുകയായിരുന്നു.
അതേസമയം ഇസ്രായേലിന് അൺഇക്വലി സപ്പോർട്ടും അൺലിമിറ്റഡ് സപ്ലൈസും കൊടുക്കണമെന്നുള്ള താല്പര്യവും ഉണ്ടായിരുന്നു, രണ്ട് പാർട്ടികൾക്കും ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു ബില്ല് 2 മാസത്തിലേക്ക് പെൻഡിങ് വന്നു. എന്നാൽ വൈറ്റ് ഹൗസ് വളരെ സ്മാർട്ട്ലി അത് സെനറ്റിലും കോൺഗ്രസിലും നാവിഗേറ്റ് ചെയ്ത് ആ ബില്ല് പാസ്സാക്കി. അതുകൊണ്ട് തന്നെ $26 ബില്യൺ ഹെൽപ്പാണ്, ഡയറക്റ്റ് ഹെൽപ്പാണ് ഇസ്രായേലിന് അവരുടെ പ്രതിരോധത്തിന് വേണ്ടി കൊടുത്തത്. ഇത് ഒരു കാരണമാണ് ഇപ്പൊ ഈ ഒരു കുറച്ച് മാസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകളായിട്ട് സ്റ്റുഡൻസ് ഇങ്ങനെ ഒരു ടോപ്പിക്കിനകത്ത് വളരെയധികം ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ള ഒരു രീതിയിൽ വന്നപ്പം അതിനെ ട്രിഗർ ചെയ്ത ഒരു വസ്തുത എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ആഴ്ച സംഭവിച്ച ഈ 26 ബില്യന്റെ സപ്പോർട്ടാണ്. ഒന്ന് ശ്രീ സജു ആന്റണി, ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം ഈ സമയം ഇത്രയും വിശദമായി കാര്യങ്ങൾ വിശദീകരിച്ചതിന്. സമയക്കുറവുകൊണ്ടാണ് ഇടപെട്ടത്. വെരി സോറി. എനിവേ, താങ്ക് യു സോ മച്ച് ശ്രീ സജു ആന്റണി, ന്യൂയോർക്കിൽ നിന്നും നമ്മോടൊപ്പം തത്സമയം ചേർന്നതിന്. എന്തായാലും മോർണിംഗ് വൈബ്സിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാഴ്ചകളും വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.